ഗുരുത്വാകർഷണത്താൽ ബന്ധിക്കപ്പെട്ട നക്ഷത്രങ്ങൾ, വാതകങ്ങൾ, പൊടിപടലങ്ങൾ, തമോദ്രവ്യം തുടങ്ങിയവയെല്ലാം ഒത്തുകൂടുന്ന ഒരു വ്യൂഹമാണ് താരാപഥം അഥവാ ഗാലക്സി. പ്രപഞ്ചത്തിൽ 2 ലക്ഷം കോടിയിലേറെ താരാപഥങ്ങൾ ഉള്ളതായി കണക്കാക്കപ്പെടുന്നു. ഇവയിൽ 1 കോടി മുതൽ 1 ലക്ഷം കോടി വരെ നക്ഷത്രങ്ങൾ ഉണ്ടാകും. അത്തരത്തിലുള്ള 2 വലിയ ഗാലക്സികളെ പരിചയപ്പെടാം. പ്രപഞ്ചത്തിൽ ഇതുവരെ കണ്ടെത്തിയതിൽ വച്ച് വലിപ്പത്തിൽ 2ാം സ്ഥാനമുള്ള താരാപഥമാണ് അൽസേനിയസ്. ഭൂമിയിൽ നിന്നും 300 കോടി പ്രകാശവർഷം അകലെയുള്ള അൽസേനിയസിന്റെ വീതി 1.63 കോടി പ്രകാശവർഷമാണ്. നമ്മുടെ താരാപഥമായ ആകാശഗംഗയുടെ ഏകദേശം 160 തവണ വലിപ്പമുണ്ട് ഈ ഗാലക്സിക്ക്. യൂറോപ്പിലെ 52 സ്റ്റേഷനുകളിലുള്ള 20,000-ഓളം ആന്റിനകളിൽ നിന്ന് ലഭിച്ച ലോ ഫ്രീക്വൻസി അറേ ഡേറ്റ ഉപയോഗിച്ച് 2022 മാർട്ടിനോയ് നയിച്ച ജ്യോതിശാസ്ത്രജ്ഞരുടെ സംഘമാണ് അൽസേനിയസിനെ കണ്ടെത്തിയത്. ലിങ്ക്സ് എന്ന നക്ഷത്ര സമൂഹത്തിലാണ് ഈ താരാപഥം ഉള്ളത്. ഗാലക്സിയുടെ കേന്ദ്രഭാഗത്തായി അതീവ പിണ്ഡമുള്ള ഒരു തമോഗർത്തം അഥവാ ബ്ലാക്ക് ഹോളും കണ്ടെത്തിയിട്ടുണ്ട്. വലിപ്പത്തിൽ 1ാം സ്ഥാനം നിലവിൽ പോർഫിറിയോൺ എന്ന ഗാലക്സിക്കാണുള്ളത്. 2.4 കോടി പ്രകാശവർഷമാണ് പോർഫിറിയോണിന്റെ വീതി. 300 കോടി പ്രകാശവർഷം അകലെയാണ് ഗാലക്സി സ്ഥിതി ചെയ്യുന്നത്. ഡ്രേക്കോ എന്ന നക്ഷത്ര സമൂഹത്തിലാണ് ഈ താരാപഥമുള്ളത്. അൽസേനിയസ് ഗാലക്സി കണ്ടെത്തിയ അതേ ശാസ്ത്രജ്ഞരാണ് പോർഫിറിയോണും കണ്ടെത്തിയത്. ഇരുവരുടെയും ഒരു പ്രത്യേകത അവയിൽ കാണപ്പെടുന്ന ബ്ലാക്ക് ഹോൾ ജെറ്റുകളാണ്. ബ്ലാക്ക് ഹോളിന്റെ ധ്രുവങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഉയർന്ന ഊർജ കണങ്ങളെയും കാന്തിക ക്ഷേത്രങ്ങളെയുമാണ് ബ്ലാക്ക് ഹോൾ ജെറ്റ് എന്ന് വിളിക്കുന്നത്. ഇത്തരം ജെറ്റുകൾ മറ്റ് താരാപഥങ്ങളിൽ ഉണ്ടാക്കുന്ന സ്വാധീനം നിരവധിയാണ്. പ്രപഞ്ചത്തിലെ മറ്റ് ഗാലക്സികളുടെ വളർച്ചയെ ബാധിക്കുന്നതിനൊപ്പം അവയിൽ പുതിയ നക്ഷത്രങ്ങൾ ഉണ്ടാവുന്നത് തടയാനും ബ്ലാക്ക് ഹോൾ ജെറ്റുകൾക്ക് സാധിക്കും. ബ്ലാക്ക് ഹോൾ ജെറ്റ് പോലെ തന്നെ 2 താരാപഥങ്ങളുടെ മറ്റൊരു പ്രത്യേകത ഇവ ഭീമൻ റേഡിയോ ഗാലക്സികളാണ് എന്നുള്ളതാണ്. അതായത് റേഡിയോ തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്ന താരാപഥങ്ങളാണിവ. 5 മെഗാപാർസെക്കിൽ പരന്നു കിടക്കുന്ന ലോബുകളുള്ള ഒരു ഭീമൻ റേഡിയോ ഗാലക്സിയാണ് അൽസേനിയസ്. ബ്ലാക്ക് ഹോൾ ജെറ്റുകളും റേഡിയോ തരംഗങ്ങളും 2 ഗാലക്സികളിലും ഉണ്ടെങ്കിലും അൽസേനിയസിനെ ഒരു ഭീമൻ റേഡിയോ ഗാലക്സി എന്നും പോർഫിറിയോണിനെ ഒരു ബ്ലാക്ക് ഹോൾ ജെറ്റ് സിസ്റ്റം എന്നും വിളിക്കാം. പോർഫിറിയോണിന്റെ 2 ജെറ്റുകൾ ചേർന്നാൽ ലഭിക്കുന്ന ഊർജം 1 ലക്ഷം കോടി സൂര്യൻ ചേർന്നാൽ ലഭിക്കുന്ന ഊർജത്തിന് സമമാണ്. പ്രപഞ്ചത്തിലെ എല്ലായിടത്തും ഏതെങ്കിലും ഘട്ടത്തിൽ തമോഗർത്തത്തിന്റെ പ്രവർത്തനം ബാധിച്ചിട്ടുണ്ടാകാം. പോർഫിറിയോൺ പോലുള്ള ഭീമൻ ജെറ്റ് ഗാലക്സികൾ പ്രപഞ്ചത്തിലെ താരാപഥങ്ങളുടെ രൂപീകരണത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാകാം. കൂടാതെ ഈ ഭീമൻ ജെറ്റുകൾ പ്രപഞ്ചത്തിലുടനീളം കാന്തികത വ്യാപിപ്പിച്ചിട്ടുണ്ടാകുമെന്നും മാർട്ടിനോയും സംഘവും അഭിപ്രായപ്പെടുന്നു.